പ്രൈസ് ദി ലോർഡ്. ഒരു പ്രയറിനെ പറ്റി ഇങ്ങനെ പറയാനായിരുന്നേ. ആ പ്രയർ ഇങ്ങനെയാണ് പറയുന്നത്. ദ യൂണിറ്റി പ്രയർ എന്നാണ് പറയുന്നത്. ദ യൂണിറ്റി പ്രയർ, ഐക്യ പ്രാർത്ഥന. ഇതാണ് പ്രയർ. ആരാധനായ എൻ്റെ ഈശോയെ, നമ്മുടെ പാദങ്ങൾ ഒരുമിച്ച് സഞ്ചരിക്കട്ടെ, നമ്മുടെ കൈകൾ ഒരുമിച്ച് ശേഖരിക്കട്ടെ, നമ്മുടെ ഹൃദയങ്ങൾ ഒരുമിച്ച് സ്പന്ദിക്കട്ടെ, നമ്മുടെ ആത്മാവ് ഒരുമയിലായിരിക്കട്ടെ, നമ്മുടെ ചിന്തകൾ ഒന്നായിരിക്കട്ടെ, നമ്മുടെ കാതുകൾ നിശബ്ദതയിൽ ഒരുമിച്ച് ശ്രവിക്കട്ടെ, നമ്മുടെ നോട്ടങ്ങൾ അഗാധമായി പരസ്പരം ചൂഴ്ന്നിറങ്ങട്ടെ, നിത്യപിതാവിൽ നിന്നുള്ള കരുണ നേടിയെടുക്കുവാൻ നമ്മുടെ അധരങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾ ഈ ഓരോ വേർഡ് ശ്രദ്ധിച്ചോ. ഈ പ്രയർ ഐക്യ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഐക്യ പ്രാർത്ഥന. നമ്മുടെ കൈയും കാലും ഹൃദയവും ആത്മാവും നോട്ടവും എല്ലാം ഈശോയുടേതായിട്ട് മാറുകയാണ്. അപ്പം ഈ പ്രയറിനെ ശരിക്കും പറയുന്നത് എന്നാണെന്നറിയോ? സാത്താനെ അന്ധനാക്കുന്ന പ്രാർത്ഥന. സാത്താനെ അന്ധനാക്കുന്ന പ്രാർത്ഥന. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാനും ഈശോയും ഒന്നാവും. എൻ്റെ പാദങ്ങളും ഈശോയുടെ പാദങ്ങളും ഒന്നാവും. എൻ്റെ കാലുകളും കൈകളും ഹൃദയവും ആത്മാവും നോട്ടവും എല്ലാം ഈശോയുടേതുമാവും. നമ്മൾ ഈ പ്രാർത്ഥന ചെല്ലും. അത്രമാത്രം പവർഫുള്ളാണ് ഈ പ്രാർത്ഥന, അത്രമാത്രം പവർഫുള്ളാണ്. അപ്പം സാത്താൻ ഇത് കണ്ടുകൂടാ. സാത്താൻ അന്ധനാക്കുന്ന സ്നേഹം സാത്താൻ അറിയത്തില്ല. അപ്പോൾ സ്നേഹം ഉള്ളിടത്ത് സാത്താനെ കണ്ണടഞ്ഞു പോകും. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഐക്യത്തിലാവുന്നത് ഈശോയുടെ കൂടെ ആവുമ്പോഴാണ്, അല്ലേ? ഈശോയുടെ ഐക്യപ്പെടുമ്പോഴാണ് ഞാൻ ഈശോയുടെ ഏറ്റവും കൂടുതൽ അടുക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ പ്രയർ ഭയങ്കര പവർഫുള്ളാണ്. നമുക്ക് പറ്റുന്ന അത്രയും പ്രാവശ്യം നമ്മൾ ഈ പ്രയർ റിസൈറ്റ് ചെയ്ത് ഞാൻ ഈശോയായിട്ട് ഒന്നാവട്ടെ. എല്ലാവരും ഈ പ്രയർ പ്രാർത്ഥിക്കണം. അങ്ങനെ ഈശോ ഒത്തിരി സ്നേഹിക്കാൻ പറ്റട്ടെ.